ഈ ഒരു വെള്ളം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ മുടികൊഴിച്ചിലുള്ളവർക്കൊക്കെ മുടികൊഴിച്ചിലൊക്കെ നല്ല പോലെ നിൽക്കും ചെയ്യും. അതുപോലെ തന്നെ മുടി നന്നായി വളരുകയും ചെയ്യും. നിങ്ങളിത് ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഹലോ, അസ്സലാമലൈക്കും. അപ്പം നമ്മൾ ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ചായപ്പൊടി. ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ഉലുവപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ ഉലുവ എടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ പൊടിച്ചത് ഉള്ളതുകൊണ്ട് ഞാനത് ഒരു ടീസ്പൂണ് പൊടിച്ചതും പിന്നെ ഒരു ടീസ്പൂണ് ഇതുമാണ് ടേബിൾ സ്പൂണാണ് കണക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് പിന്നീട് നമുക്ക് തിളച്ച് വന്നിട്ടത് 1 ഗ്ലാസ് വെള്ളം എന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ട, നന്നായിട്ട് വെട്ടിത്തിളക്കണം. കാരണം നന്നായി വെട്ടിത്തിളച്ചാൽ മാത്രമാണ് നമുക്കതിൽ കാര്യം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതൊരു അരിപ്പ വെച്ച് അതിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. പിന്നെ അരിപ്പയുടെ കളറ് കണ്ടിട്ട് ഇതാക്കേണ്ട, അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കളറ് ഇങ്ങനെ. ഇനി കമൻറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അരിപ്പ വെച്ചിട്ട് അതിലേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് അതിലെ കച്ചറകളൊക്കെ കളഞ്ഞിട്ടുള്ള ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന ഷാമ്പു ഉണ്ടാവില്ല, ഏത് ഷാമ്പു ആണോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ ആ ഷാമ്പു നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തലയിൽ പുരട്ടാൻ. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പത പോലെയാണ് നമുക്ക് വരിക. എന്നിട്ട് നമ്മൾ നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയൊന്നും വേണ്ട. കാരണം ഇതപ്പോൾ നമുക്ക് കഴുകിയിട്ട് കളയണം ഷാമ്പു ആണ്. നമ്മൾ സാധാ എണ്ണ തേക്കണ പോലെ നമ്മൾ തലയിൽ എണ്ണ തേക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാത്റൂമിൽ കടന്നതിന് ശേഷം എവിടെയാണോ നമ്മൾ തല കഴുകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അവിടെ നിന്ന് കഴുകിയതിന് ശേഷം ആദ്യം നമ്മൾ സാധാ സോപ്പ് ഇട്ടിട്ട് വെള്ളം കൊണ്ട് സാധാ തല കഴുകണ പോലെ കഴുകുക. അതിലെ കച്ചറകളും കാര്യങ്ങളൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് തല നന്നായിട്ട് കഴുകിയെടുക്കാൻ. അതായത് തലയോട്ടിലും എല്ലായിടത്തും വേണം നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാൻ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മുടി കൊഴിച്ചിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മുടിയൊക്കെ കൊഴിഞ്ഞായിരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ എനിക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി നന്നായി വളരണമുണ്ട്. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോസ് കണ്ട ഉടനെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുക.